നല്ല നാടൻ റോസാപ്പൂ വീട്ടിലുണ്ടെച്ചെങ്കിൽ നല്ല ചൂടുള്ള നല്ല റോസിൻ്റെ സ്മെല്ലുള്ള ആവി പറക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പുട്ട് മാത്രമല്ല, ഒരുപാട് ഐറ്റംസ് ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ റോസാപ്പൂ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. റെസിപ്പി നമുക്ക് നോക്കാം. ഇത്തവണ കുറച്ച് റോസാപ്പൂവേ കിട്ടിയുള്ളൂ. നിങ്ങൾക്കൊരു 1.5 കപ്പൊക്കെ റോസാപ്പൂവിൻ്റെ ഇതെടുക്കാം കേട്ടോ. ഇതാദ്യം ഒന്ന് അടർത്തിയിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി കഴുകി എടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അതിൻ്റെ എസൻസ് കിട്ടുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പോളം പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഒന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മൂന്നും കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ആ റോസിൻ്റെ ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1.5-2 കപ്പോളം വെള്ളം ഇതിലേക്ക് ആവശ്യം വരും കേട്ടോ. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചിട്ട് നമുക്കൊന്ന് ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പൊടി ഒന്നും കൂടെ നല്ല സ്മൂത്തായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് കേട്ടോ. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് റോസാപ്പൂവിൻ്റെ ഇതളുകൾ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് 2 ഡ്രോപ്പ് റോസ് എസൻസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ മറന്നു പോയതാണ്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ പുട്ടിന് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് റോസാപ്പൂവിൻ്റെ ഇതളുകൾ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ 2 തുള്ളി റോസ് എസൻസും ഞാൻ ചേർത്തിട്ടുണ്ട്. കാണിക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ ഇതുപോലെ ഒരു കുറ്റിയിൽ 3 കഷ്ണം പുട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. ഇതുപോലെ നിറച്ച് നമുക്ക് പുട്ടുണ്ടാക്കി എടുക്കാം. ആവി പറക്കുന്ന റോസ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റോസ് എസൻസിൻ്റെ റോസാ ഫ്ലവറിൻ്റെ ഒക്കെ ആ സ്മെല്ല് നമുക്ക് നന്നായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ.